ഈ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയണമെന്ന് പാർട്ടി നേരത്തെ തന്നെ നിർദ്ദേശം നൽകി എന്ന് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നു. അതിൽ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കീഴ്വഴക്കം നോക്കിയാൽ MLA സ്ഥാനത്ത് നിന്ന് ആരും രാജിവെച്ച കീഴ്വഴക്കമില്ല. ഇപ്പം മന്ത്രിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞ ഒരു കീഴ്വഴക്കമാണ് ഉള്ളത്. അവിടെ മുകേഷ് ആകെ ഒരു പദവി എന്ന് പറയുന്ന ഈ നയരൂപീകരണ സമിതി, അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. മറ്റൊന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ ചാർജ് ഷീറ്റിന്റെ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കട്ടെ, അതുവരെ നമുക്ക് നോക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ നിലപാട് മുതിർന്ന നേതൃത്വം, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ബൃന്ദ കാരാട്ട്, അതുപോലെ സുഭാഷിണി അലിയെ പോലെയുള്ളവർക്കൊന്നും ആ തരത്തിലേക്കല്ലല്ലോ അവർ നിലപാടെടുക്കുന്നത്. CPIയിലെ നേതാവ് ആനി രാജയെ പോലെയുള്ള മുതിർന്ന നേതാവ് പ്രകാശ് ബാബു എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമാണോ ഈ സ്ത്രീപക്ഷം? അല്ല, ഇതിപ്പോ ഈ സിനിമാ നയരൂപീകരണത്തിനുള്ള ഒരു കരടുണ്ടാക്കുന്ന ഒരു കമ്മിറ്റി, ഡ്രാഫ്റ്റ് കമ്മിറ്റിയാണ് അത്. പിന്നെ കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതൊന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പുനഃസംഘടിപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് അത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ MLA ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതാനും ദിവസങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. പുനഃസംഘടന ഏതാനും ദിവസങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വൃന്ദ കാരാട്ട്, ആനി രാജ, അതിന് ആനി രാജയുടെ കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മറുപടി പറഞ്ഞല്ലോ. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും നിലപാട് സ്വീകരിക്കാനും കേരളത്തിൽ പാർട്ടിയുണ്ട്, പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറയും. അതാണ് വഴക്കം. പ്രകാശ് ബാബു എവിടെയും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പ്രകാശ് ബാബു അങ്ങനെ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അല്ല, ശരിയാവാം, ആവാതിരിക്കാം എന്ന് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് അന്തിമമായ നിലപാട് സ്വീകരിക്കാൻ ഈ പറഞ്ഞതുപോലെ തന്നെ CPIയുടെ, അതെ ഞാൻ പറയാം, പിന്നെ CPIയുടെ സെക്രട്ടറി ആണല്ലോ. CPM-ൽ കേരളത്തിൽ വ്യത്യസ്തമായി പിന്നെ മുകേഷിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയൊന്നും ആരും ചെയ്തിട്ടില്ല. മുകേഷിന്റെ കൂടെ നിൽക്കുന്ന സമീപനം കേരളത്തിലെ പാർട്ടിക്കോ സർക്കാരിനോ ഇല്ലതാനും. അതേസമയം നേതാക്കൾക്ക് സ്വന്തം അഭിപ്രായം പറയുന്നതിന് ഒരു പരിധി. ജില്ലാ നേതൃത്വമൊക്കെ കടുത്ത അഭിപ്രായ ഭിന്നത പറഞ്ഞ സമയത്തും അദ്ദേഹത്തിനൊപ്പം നിന്ന ചരിത്രമാണല്ലോ നമുക്കുള്ളത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്തും അതിനുശേഷവും കഴിഞ്ഞ തവണയും എല്ലാം ഉയർന്നു വന്നത് എങ്ങനെയാണ് ജില്ലാ നേതൃത്വം. അപ്പോൾ അതൊക്കെ നമുക്കറിയാം, ആർക്കൊപ്പം ആര് നിന്നു എന്ന്.